7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു ഗണിത പസിലുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എണ്ണം എത്ര? 2 നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് ഒരു പൂക്കളം തീർത്തിരിക്കുന്നു. പുറമെ ചുവപ്പ് വൃത്തവും അകത്ത് വെള്ളയും. വെള്ളപ്പൂക്കളെ സ്പർശിച്ചുകൊണ്ട് മഞ്ഞപ്പൂക്കൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ജോഡി സമാന്തര രേഖകൾ പൂക്കളത്തിന്റെ അഗ്രം വരെ എത്തുന്നുണ്ട്. ഇവ ഓരോന്നും 140 സെന്റിമീറ്റർ നീളമുണ്ട്. 10 ചതുരശ്ര സെന്റിമീറ്റർ സ്ഥലത്ത് 3 പൂക്കൾ വിന്യസിച്ചിരിക്കുന്നു. ചുവന്ന പൂക്കളുടെ 1/7 ഭാഗമാണ് വെള്ളപ്പൂക്കൾ. എങ്കിൽ പൂക്കളത്തിലെ വെള്ളപ്പൂക്കളുടെ എണ്ണം എത്ര? ഇതാണ് ചോദ്യം. നമുക്കിനി ഇതിന്റെ ഉത്തരം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം വൃത്തവലയത്തിന്റെ പരപ്പളവ് കാണാം. അതായിരിക്കും ചുവന്ന പൂക്കൾ നിരത്തിയിരിക്കുന്ന സ്ഥലത്തിന്റെ അളവ്. ചെറിയ വൃത്തത്തിന്റെ പരപ്പളവ് ആറുമായാൽ വലിയ വൃത്തത്തിന്റെ ആരം 6 വൃത്തവലയത്തിന്റെ വലിയ വൃത്തത്തിന്റെ പരപ്പളവ് πr². ചെറിയ വൃത്തത്തിന്റെ പരപ്പളവ് πr². വൃത്തവലയത്തിന്റെ പരപ്പളവ് πr² - r². പൈതഗോറസ് സിദ്ധാന്ത പ്രകാരം πr² - r² = π × 70². അപ്പോൾ 4900 π cm². ചുവന്ന പൂക്കൾ നിരത്തിയിരിക്കുന്ന സ്ഥലത്തിന്റെ അളവാണിത്. ഇതിൽ നിന്നും വെള്ളപ്പൂക്കൾ നിരത്തിയിരിക്കുന്ന സ്ഥലത്തിന്റെ അളവ് π4900 cm² × 1/7. കാരണം ചുവന്ന പൂക്കളുടെ 1/7 ഭാഗമാണല്ലോ വെള്ളപ്പൂക്കൾ. അപ്പോൾ അത് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ 700 π cm². അപ്പോൾ ഇവിടെ ഒരു പൈ ഉണ്ട്, നമുക്ക് ആ പൈയെ മാറ്റണം. അപ്പോൾ 700 × π. 700 × പൈക്ക് 2 വാല്യൂ ഉണ്ട്. അതിലൊന്ന് 22/7 ആണ്. അപ്പോൾ 700 × 22/7 സമം 2200 cm². വെള്ളപ്പൂക്കളുടെ എണ്ണം നമുക്കിനി കണ്ടുപിടിക്കാം. 10 ചതുരശ്ര സെന്റിമീറ്റർ സ്ഥലത്ത് 3 പൂക്കൾ ആണല്ലോ. അപ്പോൾ പൂക്കളും സ്ഥലവും